MT വാസുദേവൻ നായരുടെ അസുരവിത്ത്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ MTയുടെ വലിയൊരു ആരാധികയാണ് ഞാൻ. നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന മലയാളം പാഠപുസ്തകത്തിലെ ആ നോവൽ തൊട്ട് എൻ്റെ വായനയുടെ ഏറിയ പങ്ക് അപഹരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം കാലം ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തീരാ നഷ്ടമാണ് MT വാസുദേവൻ നായരെ നേരിട്ട് കാണുക എന്നുള്ളത്. ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയൊരു സ്വപ്നം. ദൂരെ നിന്നെങ്കിലും ഒരു നോട്ടം കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിത്വമാണ്. എൻ്റെ മകളെ അദ്ദേഹത്തെ കൊണ്ട് എഴുത്തിനിരുത്തിക്കണം എന്നൊരാഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ സമയത്തായിരുന്നു അവളുടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും സാധ്യമായില്ല. പിന്നെ അദ്ദേഹം അവശനായിരുന്നല്ലോ. അദ്ദേഹം മരിച്ചപ്പോഴും വല്ലാത്തൊരു കാലം ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന് പറയുന്നത് പോലെ അദ്ദേഹം കാലം ചെയ്തു പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ അദ്ദേഹം ചിരഞ്ജീവിയാണ്. അസുരവിത്ത് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. ഒരുപാട് വായിക്കണമെന്ന് ആഗ്രഹിച്ച് തേടി പിടിച്ച് നടന്നൊരു പുസ്തകമാണ്. കിട്ടാൻ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടല്ല. ബുക്കിൻ്റെ ഒരു വലിപ്പം ഒറ്റയിരിപ്പിന് ഇന്നലെ വായിച്ചു തീർത്തൊരു ബുക്കാണിത്. ജാതി മത കാലദേശ അതിനൊക്കെ അപ്പുറത്ത് എന്നും ഇത് എല്ലാവരും വായിക്കപ്പെടുന്നൊരു ബുക്ക് തന്നെയാണ്. ഡോക്ടർ ലീലാവതി ഇതിൽ പറയുന്നുണ്ട്, മലയാള ഭാഷയിലെ ഏറ്റവും നല്ല നോവൽ ഏതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമുണ്ട്. ഞാൻ വായിച്ചവയിൽ വെച്ച് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് MT വാസുദേവൻ നായരുടെ അസുരവിത്താണ്. അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ വെച്ച് എൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും മികച്ചത് അസുരവിത്താണെന്ന് വേറെ പറയേണ്ടതില്ലല്ലോ. ഇതിലൊരു കഥാപാത്രത്തെ, ആ കഥാപാത്രത്തിൻ്റെ അമ്മ വിളിച്ചൊരു പേരാണ് അസുരവിത്ത് എന്ന്. വായിക്കണം, നല്ലൊരു ബുക്കാണ് ഇത്. ഒരു വായിച്ച് വായനയെ നമ്മുടെ ഒരു ആക്കിയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും വായിക്കാതിരിക്കാൻ തോന്നാത്തൊരു കഥയാണ്. കഥ എന്നല്ല, സംഭവങ്ങളാണ് ഈ ബുക്കിലുള്ളത്. അയാൾ പിന്നെയും നടന്നു. മേച്ചിൽ സ്ഥലങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. അഴുക്കുചാലുകളും ഇളം കാലടികൾക്ക് തട്ടിത്തെറിപ്പിക്കാൻ വെള്ളമൊരുക്കി നിൽക്കുന്ന പുൽത്തണ്ടുകളും മേഞ്ഞു നടക്കുന്ന കാലിക്കൂട്ടങ്ങളും ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. നടുവിൽ കടന്നുപോയവരുടെ എല്ലാം കാൽപ്പാടുകളിൽ കരിഞ്ഞ പുല്ലുകൾ നിർമ്മിച്ച ഒറ്റയടിപ്പാത നീണ്ടുകിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാൻ വേണ്ടി ഒരു യാത്ര ആരംഭിക്കുകയാണ്.